സേക്രഡ് ഹാർട്ട് ചർച്ച് മാതൃസംഘം ബൈന്ദർ യൂണിറ്റിന്റെ വാർഷിക പ്രവർത്തന റിപ്പോർട്ട് 2024 സെപ്റ്റംബർ മാസം 1-ാം തീയതി മുതൽ 8-ാം തീയതി വരെ മാതാവിന്റെ അമലോത്ഭവ തിരുനാളിനൊരുക്കമായും കല്യാൺ മാതൃസംഘം ബൈന്ദർ യൂണിറ്റിന്റെ മാതൃദിനാഘോഷത്തിന്റെ ഭാഗമായും 1-ാം തീയതി മാതൃസംഘത്തിന്റെ പതാക ഉയർത്തുകയും വിശുദ്ധ കുർബാനയ്ക്ക് മുമ്പായി ഈ 2 യൂണിറ്റിലെ അമ്മമാരുടെ നേതൃത്വത്തിൽ ജപമാല നടത്തുകയും അമ്മമാർ കോയർ ലീഡ് ചെയ്യുകയും നൊവേനയിൽ പങ്കെടുക്കുകയും ചെയ്തു. എല്ലാ മാതൃസംഘാംഗങ്ങളും കാഴ്ചവയ്പും പ്രതിജ്ഞാ പുതുക്കലും നടത്തി മാതൃദിനം ആഘോഷിച്ചു. ഒക്ടോബർ മാസം 1-ാം തീയതി മദർ ലെസി മരിയയുടെ ഫീസ്റ്റ് ഡേ എല്ലാ അമ്മമാരും മദറിനെ ആശംസകൾ അറിയിക്കുകയും കേക്ക് കട്ടിങ് നടത്തി ആഘോഷിക്കുകയും ഉണ്ടായി. ഒക്ടോബർ മാസം 20-ാം തീയതി പെറോൾ ലെവൽ ഹാർമോണിയ കോമ്പറ്റീഷൻ മീറ റോഡ് സെന്റ് തോമസ് ദേവാലയത്തിൽ വെച്ച് നടത്തുകയും തദവസരത്തിൽ നമ്മുടെ ഇടവകയിൽ നിന്ന് ഫോക്ക് ഡാൻസ്, ഗ്രൂപ്പ് ഡാൻസ്, എസ്റ്റംബർ സ്പീച്ച്, സ്റ്റോറി റൈറ്റിംഗിന് പങ്കെടുക്കുകയും ചെയ്തു. എസ്റ്റംബർ സ്പീച്ചിന് ശ്രീമതി ബിന്ദു ജോസഫിന് ഫസ്റ്റ് പ്രൈസും സ്റ്റോറി റൈറ്റിംഗിന് ശ്രീമതി സിന്ധു ക്ലിന്റിന് സെക്കൻഡ് പ്രൈസും ഫോക്ക് ഡാൻസിന് സെക്കൻഡ് പ്രൈസും നേടുകയുണ്ടായി. രൂപതാതലത്തിൽ നടന്ന എസ്റ്റംബർ സ്പീച്ചിന് ശ്രീമതി ബിന്ദു ജോസഫ് 6-ാം സ്ഥാനം കരസ്ഥമാക്കി. എല്ലാ വിജയികൾക്കും യൂണിറ്റിന്റെ അഭിനന്ദനങ്ങൾ അറിയിക്കുന്നു. 2024 ഡിസംബറിൽ ക്രിസ്മസ് ഫ്രണ്ടിന് ഗിഫ്റ്റ് വാങ്ങുവാനുള്ള തുക ദിഗി ദേവാലയത്തിലെ അമ്മമാരുടെ നിയോഗമായ ദേവാലയ നിർമ്മാണ പൂർത്തീകരണത്തിനായി സമാഹരിച്ച് 60,500 രൂപ അവർക്ക് സംഭാവന നൽകി. 2025 ജനുവരി 6-ാം തീയതി പിണ്ടി പെരുന്നാളിനൊരുക്കമായി പിണ്ടി അലങ്കാരവും ദേവാലയ അലങ്കാരവും യൂണിറ്റിലെ അമ്മമാർ മുൻപന്തിയിൽ നിന്ന് ചെയ്തു വന്നു. ജനുവരി മാസം 11-ാം തീയതി തിരുനാൾ കൊടിയേറ്റ ദിവസം കല്യാൺ മാതൃസംഘം ഡയറക്ടർ ഫാദർ ഷാജി പരക്കാപ്പള്ളിയും KMS സുലിൻഡും ബൈന്ദർ ദേവാലയ സന്ദർശനം നടത്തി. തിരുനാളിനോടനുബന്ധിച്ചുള്ള പ്രസിദ്ധി വാഴ്ചയ്ക്കായി ക്രൗൺ അമ്മമാർ ഉണ്ടാക്കി. ജനുവരി മാസം 12-ാം തീയതി മാതൃസംഘത്തിന്റെ നേതൃത്വത്തിൽ ഫുഡ് സ്റ്റാൾ നടത്തുകയുണ്ടായി. ഫെബ്രുവരി മാസം 5-ാം തീയതി മാതൃസംഘം ബൈന്ദർ യൂണിറ്റ് ഡയറക്ടർ ഫാദർ ബിനോയ് കാടനായ്ക്കൽ അച്ഛന് യാത്രയയപ്പ് മീറ്റിംഗ് നടത്തുകയുണ്ടായി. 2025 ഫെബ്രുവരി മാസം 14-ാം തീയതി ബൈന്ദർ യൂണിറ്റിന്റെ മാതൃസംഘ ഡയറക്ടറായി ഫാദർ സോജി പേഴത്തിങ്കൾ ചാർജ് എടുത്തു. മാർച്ച് മാസം 9-ാം തീയതി നടന്ന കല്യാൺ മാതൃസംഘം വനിതാ ദിനവും മാതൃദിനാഘോഷത്തിലും 60 നോട്ട് ഔട്ട് അംഗങ്ങൾ മ്യൂസിക്കൽ സ്കിറ്റ് അവതരിപ്പിക്കുകയും നമ്മുടെ മാതൃസംഘ റെപ്രസെന്റേറ്റീവ്സ് ആഘോഷത്തിൽ പങ്കെടുക്കുകയും ചെയ്തു. മാർച്ച് 14-ാം തീയതി മാതൃസംഘാംഗങ്ങൾ പരിഹാര യാത്ര നടത്തി. ബോയ്സർ, വീരാർ, വസായി ഈസ്റ്റ്, വസായി വെസ്റ്റ്, നൈലാവ് എന്നീ ദേവാലയങ്ങൾ സന്ദർശിക്കുകയും ഭക്തി നിർഭരമായി കുരിശിന്റെ വഴി നടത്തുകയും ചെയ്തു. മാർച്ച് 22-ാം തീയതി മീരാമേന്ദ്രയിലുള്ള സ്നേഹസാഗർ ഓൾഡ് ഏജ് ഹോം സന്ദർശിക്കുകയും ഫുഡ്വേള നടത്തി ലഭിച്ച ലാഭം ഡൊണേഷനായി അവർക്ക് നൽകുകയും ചെയ്തു. മാതൃസംഘത്തിന്റെ 2025-2027 ഭാരവാഹികളുടെ തെരഞ്ഞെടുപ്പ് മാർച്ച് മാസം 30-ാം തീയതി നടത്തുകയുണ്ടായി. മലയാളം ടീച്ചേഴ്സായി സേവനമനുഷ്ഠിച്ചു വരുന്ന ലൈസ ജോർജിനെയും ജെൻസി പോളിനെയും മേഴ്സ് അലക്സിനെയും അഭിനന്ദിക്കുകയുണ്ടായി. ഓശാന ഞായറാഴ്ച ഏപ്രിൽ 13-ാം തീയതി എല്ലാ അമ്മമാരും കോഴിക്കോട്ട് ഉണ്ടാക്കി കൊണ്ടുവരികയും കോഴിക്കോട്ട് ശനി ആഘോഷിക്കുകയും ഉണ്ടായി. മാതൃസംഘം ഫൊറൈൻ ലെവൽ ഇലക്ഷൻ ഏപ്രിൽ മാസം നടത്തുകയുണ്ടായി. നമ്മുടെ യൂണിറ്റിൽ നിന്ന് ഫൊറൈൻ പ്രസിഡന്റായി മിസ്സിസ് എലിസബത്ത് കുര്യാച്ചനും ഡയസസ് റെപ്രസെന്റേറ്റീവായി മിസ്സിസ് ജാൻസി ബെന്നിയും ഇന്റേണൽ ഓഡിറ്ററായി മിസ്സിസ് ബീന ബിജുവിനെയും തെരഞ്ഞെടുക്കപ്പെട്ടു. എല്ലാവരെയും അഭിനന്ദിക്കുകയും ആശംസകൾ അറിയിക്കുകയും ചെയ്തു. മാതാവിന്റെ വണക്കമാസമായ മെയ് മാസം മാതൃസംഘാംഗങ്ങൾ ഓരോ ദിവസവും സംഭവം വായിക്കുകയും അമ്മയോടുള്ള ഭക്തിയിൽ വളരുവാനും ശ്രമിച്ചു. ജൂൺ മാസം തിരുഹൃദയ ഫീസ്റ്റിനായി പൂക്കൾ ഉണ്ടാക്കുവാനും ദേവാലയാലങ്കാരത്തിനും അമ്മമാർ നേതൃത്വം നൽകി. പുതിയ ഭാരവാഹികൾക്ക് ഹാൻഡ് ഓവർ നടത്തി. മനോഹരമായ നല്ല നല്ല പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകിയ എല്ലാ ഭാരവാഹികൾക്കും നന്ദി അറിയിക്കുന്നതിനോടൊപ്പം സർവശക്തനായ ദൈവം അവരെ സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ജൂലൈ മാസം 6-ാം തീയതി
നേരൂർ ദേവാലയത്തിൽ വെച്ച് നടന്ന റവറൻ ബിഷപ്പ് മാർ തോമസ് ഇലവനാലിന്റെ നാമകേതു തിരുനാളും ജൂബിലി ആഘോഷത്തിലേക്കുമായി നമ്മുടെ അമ്മമാർ പ്രത്യേക ജപമാല ചൊല്ലുകയും മാതൃസംഘ പ്രതിനിധികൾ പ്രോഗ്രാമിൽ പങ്കെടുക്കുകയും ചെയ്തു. നമ്മുടെ ഡയറക്ടർ സോജി അച്ഛന്റെ ഫീസ്റ്റ് കേക്ക് കട്ടിംഗ് നടത്തി ആഘോഷിക്കുകയുണ്ടായി. മാതൃസംഘം ബൈന്ദർ യൂണിറ്റിന്റെ ലോഗോ മേക്കിംഗ് കോമ്പറ്റീഷൻ നടത്തുകയും 1ാം സ്ഥാനം മിസ്സിസ് ലിഡിയ ജസ്റ്റിനും 2ാം സ്ഥാനം മിസ്സിസ് സിന്ധു ക്ലിന്റും നേടുകയുണ്ടായി. വാർഷികാഘോഷത്തോടനുബന്ധിച്ച് അമ്മമാർക്കായി ഓഗസ്റ്റ് 17-ാം തീയതി സ്പോർട്സ് ഡേ ആയും ഓഗസ്റ്റ് 24-ാം തീയതി ആർട്സ് കോമ്പറ്റീഷനും ഓഗസ്റ്റ് 31-ാം തീയതി സോളോ സോങ് കോമ്പറ്റീഷനും നടത്തി. ഈ വർഷവും ദൈവകൃപയാൽ നമ്മുടെ മാതൃസംഘം ആത്മീയമായും സാമൂഹികമായും ഫലപ്രദമായി പ്രവർത്തിക്കുവാൻ സാധിച്ചു. അതിന് നൽകിയ നേതൃത്വത്തിനും ഗൈഡൻസിനും സപ്പോർട്ടിനും നമ്മുടെ യൂണിറ്റ് ഡയറക്ടറായിരുന്ന ബിനോയ് അച്ഛനും നമ്മുടെ യൂണിറ്റ് ഡയറക്ടറായ സോജി അച്ഛനും ആനിമേറ്റർ മദർ ലിസി മരിയയ്ക്കും കഴിഞ്ഞ ഭാരവാഹികൾക്കും വിവിധ മേഖലകളിൽ നേതൃത്വം നൽകിയ ഓരോ അംഗത്തിനും നന്ദിയും അഭിനന്ദനവും അറിയിക്കുന്നു. ഐക്യത്തിലും സ്നേഹത്തിലും പരസ്പര അംഗീകാരത്തിലും യൂണിറ്റ് അംഗങ്ങൾ പ്രവർത്തിച്ച ഒരു വർഷമായിരുന്നു കഴിഞ്ഞ വർഷം. ഓരോ അംഗത്തിന്റെ കഴിവുകളും സാഹചര്യങ്ങളും മറ്റുള്ളവർക്കും സമൂഹത്തിനും നൽകാനും എല്ലാവർക്കും വേണ്ടി എന്ന മനോഹര സന്ദേശം നൽകി പ്രവർത്തിക്കുവാനും വരും വർഷങ്ങളിൽ നമുക്ക് കഴിയട്ടെ എന്ന് ആശംസിക്കുന്നു. അതിനായി സർവശക്തനായ ദൈവത്തോട് പ്രാർത്ഥിച്ചുകൊണ്ട് ഈ പ്രവർത്തന റിപ്പോർട്ട് ആദരപൂർവ്വം സമർപ്പിക്കുന്നു. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ.